ഉഷ്ണതരംഗ ഭീതിയിൽ പകൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് നഗരത്തിലെ നട്ടുച്ച ജീവിതം. അത് അതിസാഹസികവുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജി നാഥ നമുക്കൊപ്പം ചേരുന്നു. രാഹുലിലേക്ക്. രാഹുൽ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ, കാരണം ഉഷ്ണതരംഗം 2-3 ജില്ലകളിലൊക്കെ ഉഷ്ണതരംഗ ഭീതി നിൽക്കുന്നു, അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചു. നമുക്ക് ഇവിടെ തിരുവനന്തപുരത്താണെങ്കിലും അതിസാഹസികമാണ് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു കയറുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചൂടിൻ്റെ കാഠിന്യം? സേതു, അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം വെന്തുരുകുകയാണ്. ആ ഘട്ടത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഒരു ഉത്തരവ് ഇറക്കിയത്. അതായത് തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം നടത്തുന്നു. അതായത് 12 മണി മുതൽ 3 മണി വരെ ആരും വെയിലത്ത് തൊഴിലെടുക്കരുത്. അത് മെയ് 15 വരെ നീട്ടി. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് സാനഡൂലാണ്. ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഔദ്യോഗിക വസതിയാണ്. തൊട്ടു പുറകിലാണ് വി ശിവൻകുട്ടിയുടെ വസതി, റോസ് ഹൗസ്. ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ ഈ കാഴ്ചകളൊക്കെ അവർക്ക് കാണാം. ഉത്തരവ് കൃത്യമായി നടപ്പിലാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. 3 തൊഴിലാളികൾ ഇപ്പോഴും ഈ അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. 3 തൊഴിലാളികളുണ്ട്. കുറച്ച് സമയം മുമ്പ് വരെ ഈ റോഡിന് അപ്പുറത്ത് മണ്ണ് മാന്തുന്ന പ്രവർത്തനങ്ങളിലായിരുന്നു. JCB ഇപ്പോൾ മാത്രമാണ് ഒതുക്കിയിട്ടത്. അത്തരത്തിൽ നമ്മൾ തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, പണി പെട്ടെന്ന് തീർക്കണം, അതുകൊണ്ട് ഞങ്ങൾ തണൽ നോക്കി തണലുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ജോലി എടുക്കുന്നതെന്നുള്ള ഒരു ന്യായീകരണമാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനം, നമ്മളിവിടെ നിൽക്കാൻ കാരണം, നമ്മൾ വഞ്ചിയൂരിൽ നിന്ന് വഴുതക്കാട് വരെ യാത്ര ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിൽക്കാൻ കാരണം മന്ത്രിമന്ദിരങ്ങളാണ്. അവർക്കൊന്ന് തൊട്ടു പുറത്തേക്ക് ഇറങ്ങി ചെയ്യാൻ സാധിക്കും. നടപ്പിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്. ലേബർ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി പരിശോധന നടത്തണം എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്തായാലും തൊഴിലാളി ദിനത്തിന്റെ ഉറപ്പ്, തൊഴിലാളി ദിനത്തിൽ മന്ത്രി നൽകിയ ഉറപ്പ്, അത് തലസ്ഥാനത്ത് നടപ്പിലാകുന്നില്ല. സേതു, ശരി രാഹുൽ, ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഈ പോകുന്ന വഴിക്ക് പലയിടത്തും കാണാൻ ഇപ്പോഴും സാധിക്കുന്നത് തന്നെയാണ് ഈ തൊഴിലാളികൾ നട്ടുച്ച വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നത്. ഇത്